കഴിഞ്ഞ ദിവസം ആയിരുന്നു പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും അതിന് തൊട്ടു പിന്നാലെ പിന്നീട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയും ചെയ്തത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എല്ലാം തന്നെ പ്രവചിക്കുന്നത് UDFനുള്ള ഒരു മേൽക്കൈ എന്നതാണ്. അതേസമയം ടുഡേസ് ചാണക്യ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുള്ള എക്സിറ്റ് പോളിൽ അതിൽ ഇഞ്ചോടിഞ്ച് ഫൈറ്റ്, ഒരു പക്ഷേ LDF അധികാര തുടർച്ചയിലേക്ക് പോയേക്കാം എന്ന ചില സൂചനകളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. എന്തു തന്നെയാണെങ്കിലും എക്സിറ്റ് പോളുകളുടെ ആകെത്തുക പരിശോധിക്കുമ്പോൾ UDFന് നേരിയ അപ്പർ ഹാൻഡ് ഉണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ചിത്രമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ചില എക്സിറ്റ് പോളുകളിൽ ചെറിയ മെജോറിറ്റി ആണെങ്കിൽ മറ്റു ചില എക്സിറ്റ് പോളുകളിൽ കൃത്യമായൊരു മേൽക്കൈ, അതായത് 90 വരെ സീറ്റുകൾ നേടിയേക്കാം എന്നുള്ളതാണ്. സംസ്ഥാനത്തൊരു നിശബ്ദ തരംഗം ഉണ്ടായോ എന്നതിൽ ഇപ്പോഴും UDF നേതാക്കൾക്ക് പോലും വ്യക്തതയില്ല. ചില UDF നേതാക്കളെങ്കിലും വലിയ മുന്നേറ്റം നടത്തും, 100-നടുത്ത് സീറ്റുകൾ വരെ ലഭിക്കും എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവർ ഉണ്ട്. എന്നാൽ ഈ സർവേകളിൽ നിന്ന് എല്ലാം വ്യക്തമാകുന്ന ചില പൊതു സ്വഭാവങ്ങൾ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, മതന്യൂനപക്ഷങ്ങളുടെ ധ്രുവീകരണം സംസ്ഥാനത്ത് ഉണ്ടാവുകയാണോ, അങ്ങനെ മതന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ആണോ ഉണ്ടാകുന്നത്? കേരളത്തിലും ജാതി മത രാഷ്ട്രീയ വോട്ടുകൾ നിർണായകമാകുന്ന ഒരു പശ്ചാത്തലമാണോ ഇപ്പോൾ ഉള്ളത് എന്നതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളും കൂട്ടത്തോടു കൂടി തന്നെ UDFലേക്ക് എത്തിയെന്ന ഒരു പൊതു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 88 മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മുന്നിട്ട് നിൽക്കാൻ സാധിച്ചത്. അതിനുശേഷം പുറത്തു വന്നിട്ടുള്ള സർവേ ഫലങ്ങളിലും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ ആദ്യം വോട്ട് വൈബ്, അതായത് ന്യൂസ് 18 ഇന്നലെ പുറത്തുവിട്ടത് വോട്ട് വൈബിന്റെ സർവേ ഫലം ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. വോട്ട് വൈബ് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽ വലിയൊരു ശതമാനവും UDFനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നതാണ്. ഇതാ ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ 54% ഈ തെരഞ്ഞെടുപ്പിൽ UDFനെയാണ് പിന്തുണച്ചത് എന്നതാണ്. അതൊരു ചെറിയ മെജോറിറ്റി അല്ല. ആകെ മുസ്ലിം വോട്ടുകളിൽ പകുതിയിലേറെയും കൃത്യമായും തന്നെ UDFന് ലഭിക്കുന്നു എന്നുള്ളതാണ്. LDFനാകട്ടെ 34.2% എന്നതാണ്. NDAക്ക് 4.9%. ഇതാണ് വോട്ട് വൈബ് എന്ന ഏജൻസിയുടെ കണക്കെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ടുഡേസ് ചാണക്യയുടെ കണക്ക് കൂടി ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടത്. അതായത് ടുഡേസ് ചാണക്യ നൽകുന്ന കണക്കാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അത് ഈ വോട്ട് വൈബ് നടത്തിയ സർവേയേക്കാൾ ഉയർന്നതാണ് UDFൻ്റേത് എന്നതാണ്. അതാകട്ടെ 62% എന്ന നിലയിലേക്ക് എത്തി നിൽക്കുകയും ചെയ്തു. അതേസമയം LDFൻ്റേത് 33%ത്തിലേക്ക് ഇടിയുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, മുസ്ലിം വോട്ടുകൾ കൃത്യമായി തന്നെ UDF പാളയത്തിലേക്ക് എത്തുന്നു എന്നതാണ്. ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് 18ന്റെ ഏറ്റവും ആധികാരികമായ തെരഞ്ഞെടുപ്പ് ഡേറ്റകൾ ഉൾക്കൊള്ളുന്ന ന്യൂസ് 18 മാജിക് വാളിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അവിടെ ഇതാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുചിത്രം ആണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന്റെ ഒരു പൊതുചിത്രം പരിശോധിക്കുമ്പോൾ അവിടെ ഏതൊക്കെ ഇടങ്ങളിൽ ആയിരുന്നു ഇടതുപക്ഷത്തിന് മുന്നേറ്റം നടത്താൻ സാധിച്ചത് എന്നത് ഈ കളർ കോമ്പിനേഷനിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലകൾ പരിശോധിച്ചാൽ കൃത്യമായി തന്നെ ചുവപ്പ് നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇടതുമുന്നണിയുടെ മുന്നേറ്റം. എന്നാൽ ചില സോണുകളിൽ വളരെ കൃത്യമായി UDFന്റെ ഒരു അപ്രമാദിത്വം കാണാൻ സാധിക്കുന്നു. അത് മലപ്പുറം ഉൾപ്പെടെ ലീഗിന്റെ കോട്ടകളിൽ ആയിരുന്നു എന്നതാണ്. ആ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളിൽ വിജയിച്ചുകൊണ്ടാണ് ചരിത്ര നേട്ടം. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണി അധികാര തുടർച്ചയിലേക്ക് പോയത്. UDF 41 സീറ്റുകളിലേക്ക് ഒതുങ്ങി. നമ്മൾ ഇനി വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ സാമുദായിക വോട്ടുകളുടെ ഗണം ആണ്. അവിടെയാണ് നമ്മൾ മുസ്ലിം വിഭാഗത്തിന് ഏറ്റവും ഇടമുള്ള അല്ലെങ്കിൽ ഏറ്റവും സാന്നിധ്യമുള്ള മേഖലകളിൽ എന്ത് സംഭവിച്ചു എന്നത് പരിശോധിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഇതാ ഈ ഡേറ്റ നമുക്ക് വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കും. അതായത് ഈ മണ്ഡലങ്ങളിൽ കൃത്യമായി അതായത് പിക്ചർ മാറിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഈ മണ്ഡലങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃത്യമായും ലീഗിന്റെ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ UDFന്റെ ഒരു മുന്നേറ്റം എന്നതാണ്. അതായത് ഈ മേഖല ഇതാ പരിശോധിച്ച് നോക്കൂ. അതായത് 17 സീറ്റുകൾ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ 17 സീറ്റുകൾ എന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നു എന്നതാണ്. മറ്റു പല മണ്ഡലങ്ങളിലും കൃത്യമായി സ്വാധീനമുണ്ടെങ്കിൽ പോലും ഈ 17 മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങളെ
വിലയിരുത്തുന്നത് തീർച്ചയായും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടത് ആണ് എന്നതാണ്. അവിടെയാണ് കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ഉൾപ്പെടുന്ന ജില്ലകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതോടൊപ്പം തന്നെ 2 മണ്ഡലങ്ങൾ കൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. അത് കാസർഗോഡേക്ക് എത്തുമ്പോൾ അവിടെ ആണ്. കാസർഗോഡ് മഞ്ചേശ്വരം ഉൾപ്പെടെയൊക്കെ നമുക്കറിയാം ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നടന്ന മണ്ഡലങ്ങൾ ആണ്. ഈ നിലയിൽ നമ്മൾ ഡേറ്റ പരിശോധിക്കുമ്പോൾ ആണ് ഈ ചിത്രം വ്യക്തമാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വളരെ കൃത്യമായി കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ മുസ്ലിം മതവിഭാഗത്തിൻ്റെ സ്ട്രോങ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഇടങ്ങളിൽ കൃത്യമായി അവിടെ മേൽക്കൈ നേടാൻ ആർക്ക് സാധിച്ചു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഡേറ്റ ഇപ്രകാരമാണ്. അതായത് 13 സീറ്റുകളിൽ ആണ് വളരെ കൃത്യമായി ഈ മെജോറിറ്റി എന്ന നിലയിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അതായത് 13 സീറ്റുകളിലെ വിജയം കഴിഞ്ഞ തവണ UDF-ന് അനുകൂലമായി വന്നത് ഈ മുസ്ലിം വോട്ടുകൾ കൊണ്ടാണ് എന്നതാണ്. അതേസമയം മറുഭാഗത്ത് LDF-ലേക്ക് വരുമ്പോൾ അത് കേവലം 4 സീറ്റുകളിൽ എന്നതാണ് 2021 കണക്കുകൾ. കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു ചിത്രമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് ഇപ്പോഴത്തെ സർവേകളിൽ നിന്ന്. ഞാൻ ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നത് സർവേകളാണ്, എക്സിറ്റ് പോൾ ആണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും ആധികാരികം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പല സർവേകളിലും ഇത്തവണ ചിത്രം മാറുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ ഈ മുസ്ലിം ഭൂരിപക്ഷ ഇടങ്ങളിൽ പോലും LDF-ന് വിജയക്കൊടി പാറിക്കാൻ സാധിച്ചിരുന്നു എന്നതാണ് ഈ ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മറ്റൊരു ഡേറ്റ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് UDF-ന് 47% വോട്ടുകൾ ലഭിച്ചു, LDF-ന് 39% വോട്ടുകൾ ലഭിച്ചു. ഈ വോട്ട് വിഹിതം ആണ് ഇപ്പോൾ 54% അല്ലെങ്കിൽ 60%-ത്തിലേക്ക് മുകളിലേക്ക് ഉയർന്നിട്ടുള്ളത്. ഈ LDF-ന്റെ വോട്ട് വിഹിതം എന്നത് ഏതാണ്ട് 30%-ത്തിലേക്ക് മാത്രം എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്നതാണ് പ്രേക്ഷകരെ എടുത്തു പറയേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ആണ് മുസ്ലിം വോട്ടുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് നിർണായകമാകുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നാണ് ഇത്. പ്രത്യേകിച്ച് ഇത്തവണ ഈ മതസാമുദായിക വോട്ടുകൾക്ക് കൃത്യമായൊരു സ്വാധീനമുണ്ടാകും, അത് വിജയപരാജയങ്ങൾ നിശ്ചയിക്കുമെന്നത്. ഇപ്പോഴിതാ എക്സിറ്റ് പോളിൻ്റെ കണക്കുകൾ വരുമ്പോൾ മുസ്ലിം വോട്ടുകൾക്ക് ഒരു ഏകീകരണ സ്വഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? അഭിലാഷ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരുന്നു ട്രെൻഡ് ഉണ്ടായിരുന്നത്, അതേ ട്രെൻഡ് തുടരുമെന്ന സൂചനകളാണ് എക്സിറ്റ് പോളിന്റെ ഈ ഒരു കണക്കുകളൊക്കെ തന്നെ പറയുന്നത്. നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ LDF-ന് എവിടെയും പച്ച തൊടാനായില്ല, മുഴുവൻ UDF തൂത്തുവാരുകയായിരുന്നു. LDF-ന്റെ വിലയിരുത്തൽ അവിടെ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു. അതേ ഒരു സാഹചര്യം നിലനിൽക്കുന്നതാണ് എന്നതാണ് ഇപ്പോഴത്തെ ഈ എക്സിറ്റ് പോളിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ, പ്രത്യേകിച്ച് ചാണക്യരുടെയും അതേപോലെ വോട്ട് വൈബിന്റെ കണക്കുകൾ അത് സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടായി? അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് സാഹചര്യമായിരുന്നോ ന്യൂനപക്ഷങ്ങളെ ഒന്നിപ്പിച്ചിരുന്നത്, അതേ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിന്നിരുന്നു എന്ന് വേണം കരുതുവാൻ. അതിൽ അന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ധ്രുവീകരണത്തിന് സാമുദായികമായിട്ടുള്ള ഒരു ഒന്നിക്കലിന് വഴിയൊരുക്കിയത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളും അതോടുള്ള ഇടതുപക്ഷത്തിന്റെ സമീപനവുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ വെള്ളാപ്പള്ളി നടേശനോടുള്ള സമീപനം, അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുടെ സമീപനം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു സാമുദായികമായിട്ടുള്ള ധ്രുവീകരണത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. അത് UDF-ന് അനുകൂലമായി മാറിയിട്ടുണ്ട് എന്ന് വേണം ഈ ഒരു ഡാറ്റകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ. പ്രധാനമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തിരുത്തുവാനോ മറ്റ് മാറ്റങ്ങൾ വരുത്തുവാനോ തയ്യാറായിരുന്നില്ല, അദ്ദേഹം തള്ളിപ്പറയാനും ഇടതുപക്ഷം തയ്യാറായിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഘടകങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ അന്നത്തെ വെള്ളാപ്പള്ളി ഫാക്ടർ ഇന്നും UDF-ന് അനുകൂലമായിട്ട്, അതായത് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വികാരം UDF-ന് അനുകൂലമായിട്ട് ഒരു ഘടകമായിട്ട് തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നു. അങ്ങനെ ആ ഒരു കണക്ക് അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ തുടർന്നായിട്ടുള്ള മറ്റ് കണക്ക് കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കുറെ കൂടി വ്യക്തമാവുന്നതാണ്. കാരണം വെള്ളാപ്പള്ളി നടേശനെ അന്ന് പിന്തുണച്ചത് NDA ആണ്. സ്വാഭാവികമായിട്ടും NDAയുടെ മറ്റ് കണക്കുകളിലേക്ക് പോകുമ്പോൾ ടുഡേ ചാണക്യയിലെ ഈഴവ വോട്ടുകളെ 47% NDAക്ക് എന്ന തരത്തിലാണ് അവരുടെ വലിയ ഒരു കണക്കുള്ളത്. അതും ഈ UDF-ന് മുസ്ലിം വോട്ടുകളെ 62% കിട്ടുമെന്നുള്ളതും കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ വെള്ളാപ്പള്ളി ഫാക്ടർ അത് സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ചെലുത്തിയിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലേക്ക് തന്നെ വേണം പോകുവാൻ. മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ കീഴിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന പ്രചാരണം
അത് ഒരു തരത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ന്യൂനപക്ഷങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതുവാൻ. തീർച്ചയായും അവിടെ അനുമോദ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം വെള്ളാപ്പള്ളി നടത്തിയ മലപ്പുറം പരാമർശമുണ്ട്. അതിനുശേഷം ഒട്ടേറെ തവണ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അത് തിരുത്താൻ തയ്യാറായില്ല. അതിനിടയിലായിരുന്നു ഈ പിണറായി വിജയനോടൊപ്പമുള്ള കാർ യാത്ര. ഇതെല്ലാം വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു സാഹചര്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ലീഗായിരിക്കും ഭരിക്കുക എന്നതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയിട്ടുള്ള ഈ നിലപാടുകൾ അടക്കം ആ വിഭാഗത്തെ മുസ്ലിം മതവിഭാഗങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ ഈ ഡേറ്റ നമ്മൾ ആധികാരികമായല്ല ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എങ്കിൽ പോലും പല സർവേകളിലും ഒരേ സ്വഭാവത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ് വരുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. വെള്ളാപ്പള്ളി ഇന്നലെ നടത്തിയ പ്രസ്താവനയും സമാനമാണ്. അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ തന്നെ ലീഗായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയോട് ചേർത്തുകൂടി വായിക്കുമ്പോൾ മുൻപ് നടത്തിയതെല്ലാം അതേപോലെ തന്നെ എന്ന തരത്തിൽ അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാനുള്ള സാഹചര്യം കൂടിയാണ് വരുന്നത്. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ആയിരിക്കും ഭരിക്കുക എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അത് വലിയ തോതിൽ തന്നെ ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. ഒരുപക്ഷെ മുസ്ലിങ്ങളെ ഒന്നാകെ വെള്ളാപ്പള്ളി അധിക്ഷേപിക്കുകയും അതേ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതെ ചേർത്ത് പിടിക്കുകയുമാണ് LDF ചെയ്തത് എന്ന വിലയിരുത്തലാകാം ന്യൂനപക്ഷങ്ങൾക്ക് ഈ ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതും. അത് തെരഞ്ഞെടുപ്പിൽ LDFന് എതിരായിട്ടുള്ള ഒരു വികാരമായി മാറുകയും പലയിടങ്ങളിലും അത് NDAക്ക് അനുകൂലമായി മാറുന്ന സാഹചര്യം തീർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മലബാറിൽ നമുക്കറിയാം UDFന്റെ ശക്തി ദുർഗമായി നിൽക്കുന്ന എല്ലായിടത്തും ഒരു ക്ലീൻ സ്വീപ്പിന് വഴിയൊരുക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നാകെ UDFിലേക്ക് പോവുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോടും കാസർഗോഡും ഒക്കെ അത് വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അത് തീർക്കും. മധ്യ കേരളം കൊണ്ടും തെക്കൻ കേരളം കൊണ്ടും മാത്രം UDFനെ മറികടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കാത്തിരിക്കുന്നത് അത്തരത്തിൽ ഈ എക്സിറ്റ് പോളുകളിൽ പറയുന്ന പോലെ ഒരു ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.